ഇന്ന് ലൈവില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജയിൽ ടാസ്കുകാരൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഗുമ്മൊന്നും വീടിനകത്ത് ഇല്ല. കാരണം ഷാനവാസ് പുറത്തും നെവിൻ അകത്ത് സ്റ്റിൽ നൗ ഷാനവാസിനെതിരെ ഷാനവാസ് ഒരു പെരുങ്കള്ളനാണ്. ഞാൻ ഷാനവാസിനെതിരെ സംസാരിക്കില്ല. ഷാനവാസിനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മതി. എനിക്ക് ഷാനവാസിനെ ഇവിടെ ആരോപണമൊന്നും എനിക്ക് തിരിച്ചു പറയാനില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു 10 പോയിന്റ് ഉണ്ട്. ഈ 10 പോയിന്റ് ഇന്ന് ലാലേട്ടൻ സംസാരിക്കണം. ഞാൻ എടുത്തു നോക്കും ഈ 10 പോയിന്റ് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടോ, ഈ 10 പോയിന്റിനെ കുറിച്ച് ലാലേട്ടൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന്. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വരെ അനുമോളുടെ ആ ഒരു വിഷയവും ആര്യൻ ജിസയിൽ ആ ഒരു ഇഷ്യൂസും ഇതൊക്കെ ലാലേട്ടൻ കൈകാര്യം ചെയ്ത രീതി, കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിയുടെയും മസ്താനിയുടെയും കാര്യം അത് ലാലേട്ടൻ കൈകാര്യം ചെയ്ത രീതി, ഇതൊക്കെ നമ്മൾ നോക്കിയത് കൊണ്ട് തന്നെ ഈ ആഴ്ച കുറച്ചധികം വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ച് ഈ ഒരു 10 കാര്യങ്ങൾ മിനിമം അഡ്രസ്സ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞത്. നിങ്ങളും നോട്ട് ചെയ്യുക. ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് നെവിന്റെയും ഷാനവാസിന്റെയും വിഷയം തന്നെയാണ്. ഓഫ് കോഴ്സ് അത് ഈ ഒരാഴ്ച ഉടനീളം സംസാരമായ ഒരു വിഷയമാണ്. പക്ഷേ ആ കാര്യം പറയുമ്പോൾ ഒരു കാരണവശാലും നെവിനെ വെള്ള പൂശാൻ പാടില്ല. നെവിന്റെ സ്വഭാവം അതാണ്, നെവിൻ അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് ഷാനവാസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനകത്ത് വെള്ള പൂശി മുങ്ങിപ്പോകാൻ പാടില്ല. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നെവിന്റെ വിഷയത്തിൽ ആദില കാണിച്ച ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. അതായത് ആദിലയാണ് നെവിന്റെ വിഷയം, ഷാനവാസുമായിട്ടുള്ള ആ ഒരു വിഷയം അവിടെ ആദ്യം ഉന്നയിച്ച് പ്രശ്നം ഉണ്ടാക്കിയത്, പബ്ലിക്കിൽ ആദ്യം എത്തിച്ചത് ആദിലയാണ്. അതിനുശേഷം ആദിലയുടെ മനസ്സ് മാറി, ദേഷ്യം മാറി, അങ്ങനെ പിന്നോട്ട് നിൽക്കുമ്പോഴാണ് റിയാസ് വരുന്നത്. റിയാസ് വന്നതിന് ശേഷം ആദിലയുടെ മൊത്തത്തിലുള്ള ഒരു ഡബിൾ സ്റ്റാൻഡ് നമ്മൾ കണ്ടതാണ്. മൊത്തത്തിൽ ആദില ഈ പറയുന്ന അനുമോളെ വരെ അവിടെ ഇവിടെയും വലിച്ചിട്ട് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. പക്ഷെ ബിന്നി നന്നായിട്ട് തന്നെ പബ്ലിക്കായിട്ട് തന്നെ ബിന്നി കൊടുത്തു, നല്ലൊരു പണി കൊടുത്തു. അപ്പോൾ ഇതൊന്നും പോരാ, ഈ ആദിലയുടെ ഡബിൾ സ്റ്റാൻഡും കുത്തിത്തിരിപ്പും എന്തൊക്കെ പറഞ്ഞാലും ശരി മോഹൻലാൽ ചോദിക്കണം. അപ്പോൾ ആ വിഷയവും കൂടെ ഉണ്ട്. ഇനി ഒരു കാര്യമുണ്ട്, ലക്ഷ്മി ഈ പറഞ്ഞ അഭിലാഷ് അന്ന് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. അങ്ങനെ വന്ന് എന്തോ ഒരു കാര്യം, ഒരു ഹിന്റ്, ഒരു ക്ലൂ കൊടുത്തതിന് ശേഷമാണ് ആദിലയ്ക്ക് നേരെ അങ്ങനെ ഒരു ആരോപണവുമായിട്ട് കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി പോയത്. അപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് പെട്ടെന്ന് കൊടിയും പൊക്കിക്കൊണ്ട് വന്നത് എന്നൊരു കാര്യം ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിച്ചിരുന്നു. ഈ ഒരു ചോദ്യം അത് ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യം ആദിലയോടും ലാലേട്ടൻ ചോദിക്കണം. കാരണം റിയാസ് വന്നതിന് ശേഷമാണോ ആദിലയ്ക്ക് ഈ ഷാനവാസിനെ മാറ്റി നിർത്തി നെവിനെ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അത് ചോദിക്കണം. അത് മാത്രമല്ല, ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഈ ഷാനവാസ് ഗസ്റ്റിനോട് മോശമായിട്ട് പെരുമാറ്റം നടത്തി എന്നുള്ള വിഷയം, ഈ നെവിനെ ഇങ്ങനെ ഒരു ആരോപണത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണോ, അത് അറിഞ്ഞതിന് ശേഷമാണോ റിയാസ് ഷാനവാസിന്റെ അടുത്ത് ഫൈറ്റിന് പോയത്? അതായത് മീൻസ് റിയാസ് ഷാനവാസിനെ ചൊറിയാൻ പോയതും ഷാനവാസ് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതും. അതിനകത്ത് ഷാനവാസ് പറഞ്ഞ വാക്കുകളിൽ തെറ്റുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു പ്രശ്നം തുടങ്ങിയത് റിയാസിന്റെ കുറച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടായത് കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടുമാണ്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽ ജീവനക്കാരൊന്നും തന്നെ അടിമകളല്ല, ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ച് ഷാനവാസിന്റെ ഒരു ടാസ്ക് ലെവലിലേക്ക് അത് കൺവേർട്ട് ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. ഇനി അടുത്തൊരു കാര്യം, എഗെയിൻ ഞാൻ ആദിലയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ, ആദില ഓൾവേസ്, അത് ഈ ആഴ്ചത്തെ കാര്യമല്ല, ഞാൻ മൊത്തത്തിൽ പറയുകയാണ്, ആദില അനീഷിനെ വെറും ഒരു കോമാളിയായിട്ടാണോ കാണുന്നത്? അനീഷിനോട് ആദില സംസാരിക്കുന്ന രീതി, സംസാര രീതി, അത് എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അനീഷ് അത്ര കോമാളിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ചില ഇടങ്ങളിൽ അനീഷിന്റെ സംസാരത്തിൽ കുറച്ച് കുട്ടിത്തവും അല്ലെങ്കിൽ വെറും ഒരു പിടിവാശിയും ഒക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും ചോദിക്കാറുണ്ട്. ഈവൻ ആ ഒരു ചെയർ മാറിയിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അനീഷ് നടത്തിയ ഒരു പ്രകടനം, അത് വളരെയധികം ചാവല്യം പിടിച്ച അല്ലെങ്കിൽ ഭയങ്കര ചൈൽഡിഷ് ആയിപ്പോയി. ആ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യം അന്ന് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദില എന്തുകൊണ്ട് അനീഷിനോട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ചോദിക്കണം. അവിടെ വേറെ ആരും ഇത്രയ്ക്കും അങ്ങ് ബോറായിട്ട് സംസാരിക്കാറില്ല. ഈവൻ ആര്യൻ പോലും അത്ര ബോറായിട്ടല്ല സംസാരിക്കുന്നത്. ഒരുമാതിരി ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കാറുണ്ടെങ്കിൽ കൂടിയും ആദില സംസാരിക്കുന്ന അത്രയും പുച്ഛം വേറൊരാളും അനീഷിനോട് കാണിക്കാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും ഫണ്ണിയാണ് എങ്കിൽ കൂടിയും ഒരു വലിയൊരു വിഷയമായിരുന്നു ഷിയാസ് നമ്മുടെ പ്ലാച്ചിയെ അറ്റ്ലീസ്റ്റ് അവിടെ കുറച്ചെങ്കിലും കോണ്ടന്റ് കൊടുത്തിട്ടുള്ള എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു പാവക്കുട്ടിയാണ് പ്ലാച്ചി. അനുമോളുടെ പ്ലാച്ചിയെ ഷിയാസ് എന്തിന് വലിച്ചെറിഞ്ഞു? അതിനുള്ള അധികാരം ഷിയാസിന് ഉണ്ടായിരുന്നോ? ഈ പറയുന്ന അനുമോൾക്ക് ഗെയിമിന് ഒരു ഹിന്റ് കൊടുത്തതാണോ?
അങ്ങനെ ഒരു ഗെയിമിന് ഹിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അലൗ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അനുമോൾക്ക് അങ്ങനെ ഒരു ക്ലൂ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒട്ടും തന്നെ ചോദിക്കാതിരിക്കരുത് എന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചോദിക്കണം എന്നുള്ളൊരു കാര്യം, റെനയുടെ ദേഹത്ത് ആര്യൻ കയറി കിടക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ആ വിഷയം, അത് ഇപ്പോൾ വലിയൊരു സംസാര വിഷയമായിട്ട് എടുക്കുന്നില്ല. അത് അത്ര സില്ലിയായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണോ? അത്രയും ഒരു ആരോപണമൊക്കെ ഉന്നയിച്ച് റെന കിട്ടിയ അവസരം ഒരു കോണ്ടന്റ് ആക്കി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം റെനയും ആര്യനും ജിസയിലും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ആര്യന് തോന്നിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ റെനയുടെ ഭാഗത്ത് ഒരു തെറ്റില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം അത് എങ്ങനെയാണ് ലാലേട്ടൻ അതിനകത്ത് ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതുപോലെ ഓൾവേസ് ഒരു ക്വസ്റ്റ്യൻ ആണ് സാബുമാൻ ഒരു വലിയ ചോദ്യമാണ്. കാരണം സാബുമാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും തമാശയ്ക്ക് പറയാറുണ്ട് പ്ലാച്ചി പിന്നെ എന്തെങ്കിലും കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, സാബുമാൻ എന്ത് കോണ്ടന്റ് കൊടുത്തു? അപ്പോൾ സാബുമാന് കൊടുത്ത ഒരു ശിക്ഷയാണോ ഈ ഒരു ഹോട്ടൽ ടാസ്ക്? അറ്റ്ലീസ്റ്റ് ശിക്ഷയാണെങ്കിലും സാബുമാൻ ഒന്നും ചെയ്തില്ലെങ്കിലും സാബുമാനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാബുമാൻ ആ ഒരു ഹോട്ടൽ ടാസ്ക് നല്ലോണം ചെയ്തു എന്നെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ കൊള്ളാം. പക്ഷേ സാബുമാൻ ഒരു കോണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാബുമാൻ അവിടെ പിടിച്ചു നിർത്തുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. സാബുമാനെ കളയേണ്ട സമയമായി. റെനയാണ് ഔട്ടാവുന്നതെന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല. ഈ പറയുന്ന കണക്ക് അൺഒഫീഷ്യൽ വോട്ടിങ്ങും അതുപോലെ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നതേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇന്നലെയൊക്കെ ലൈവിൽ നടന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു, കിച്ചണിൽ നടന്ന അടി. അതായത് നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള അടി. അതിൽ ജിഷിന്റെ കേസിൽ മീൻകറി അല്ലെങ്കിൽ നോൺ വെജ് വെച്ച ഒരു പാത്രത്തിലാണോ ജിഷിന് ഫുഡ് ഉണ്ടാക്കിയത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊന്ന് പരിശോധിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ജിഷിൻ വീട്ടിൽ പെരുമാറുന്ന കണക്ക് ഇവിടുത്തെ ബിഗ് ബോസിന്റെ അടുക്കളയിൽ വന്ന് പെരുമാറിയാൽ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഒന്ന് ക്ലാരിറ്റി ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ട്. കാരണം ജിഷിൻ പറയുന്നതിനകത്ത് ന്യായമുണ്ടോ? അതായത് ഒരു നോൺ വെജ് വെച്ച ഒരു ബൗളിനകത്താണോ അല്ലെങ്കിൽ പാത്രത്തിനകത്താണോ ഈ പറയുന്ന വെജ് വെച്ച് അനുമോൾ കൊടുത്തത് എന്നുള്ളത് അതൊരു ക്ലിപ്പ് കാണിച്ചങ്ങ് സോൾവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനീഷും ഷാനവാസും ഒക്കെ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ ടാസ്കിൽ. അനീഷും ഷാനവാസും മാത്രമല്ല, അവിടെ ഈ സാബുമാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നൂറയും അബിയുമായിരുന്നു കക്കൂസ് ക്ലീനിങ്, അപ്പോൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒനീൽ നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഒനീൽ, ജിഷിൻ, പിന്നെ അതുപോലെ തന്നെ ബിന്നി, ഇവരൊക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാനവാസിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു ടാസ്ക് ആരൊക്കെ എങ്ങനെയൊക്കെ വൃത്തിക്ക് ചെയ്തു എന്നുള്ള കാര്യവും കൂടെ നോക്കണം. അപ്പോൾ ഞാൻ ഈ 10 പോയിന്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 10 പോയിന്റുകൾ കേട്ടിട്ട് നിങ്ങൾക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ ഉള്ളത് എന്നുള്ളത് നോക്കുക. ഞാനിത് ഇത്തവണ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ആഴ്ച കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരത്തില്ല. പക്ഷേ ഈ അവസാനം സംഭവിച്ചതും അതുപോലെ തന്നെ ഉടനീളം ചർച്ചയായിട്ടുള്ള നെവിൻ ഷാനവാസ് വിഷയവും മാത്രമേ നമ്മുടെ തലയിലിരിക്കത്തുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഈ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ആദില അനീഷിനോട് സംസാരിക്കുന്ന രീതി അതെന്തെങ്കിലും ഒന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ആഴ്ചയെങ്കിലും അത് ചോദിക്കണം എന്ന് എനിക്ക് അത്യാവശ്യം ചോദിച്ചേ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇന്ന് ലാലേട്ടൻ വരികയാണ്. സൂപ്പർ എപ്പിസോഡ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ ആയിരിക്കും എന്ന് അറിയില്ല. ഒരു ടെൻഷനൊക്കെ ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൈവായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസിനുമായിട്ട് സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പോയി വരാം. ബൈ.